കാര്യം ഇതിന്റെ ആദ്യത്തെ പ്ലാനില് ഈ ജഗദീഷ് ഏട്ടൻ വരുന്ന സീക്വൻസിനോട് അടുപ്പിച്ച് തന്നെ മമ്മൂക്ക പ്രസന്റിൽ ഒരു ക്യാമിയോ വരുന്നതായിട്ടായിരുന്നു നമ്മുടെ വെരി ഈ ഫസ്റ്റ് ഡ്രാഫ്റ്റിൽ ഉണ്ടായിരുന്നത്. നമ്മൾ കാണുമ്പോഴും പറയുമ്പോഴും ഒക്കെ മമ്മൂക്കയെ പറ്റി പലതും പറയുന്നു. പക്ഷെ ഞാൻ മനസ്സിലാക്കിയ മമ്മൂക്ക ഓരോ പുതിയ ഫിലിംസും കാണുന്നുണ്ട്, ഓരോ ഡയറക്ടേഴ്സിനെയും വിളിച്ചിട്ട് സിനിമകളെ പറ്റി സംസാരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ അത്രയും എക്സൈറ്റ്മെന്റ് ഒരു സിനിമയ്ക്ക് കൊടുക്കുന്ന ഒരാളെ ഞാൻ കണ്ടു. നമ്മൾക്ക് അത് കാതോട് കാതോരത്തിലെ പാട്ടാണ് ദേവദൂതർ പാടി എന്നുള്ളത്. ഇപ്പൊ ഇതിന് ഈ ലാസ്റ്റ് ജനറേഷനിലെ പല കുട്ടികളും ചാക്കോച്ചന്റെ പാട്ടായിട്ട് അതിനെപ്പറ്റി പറയുന്നത് നമ്മൾ അതെ. കേട്ടിട്ടുണ്ട്. ഇത് ആക്ച്വലി ജോൺ പോൾ സാറിന്റെ കോൺട്രിബ്യൂഷൻ ആണ്. ഈ രേഖ വന്നിട്ട് ജോൺ പോൾ സാറിനോട് ചോദിക്കുമല്ലോ, ഞങ്ങളുടെ മമ്മൂട്ടി ചേട്ടനെ കൊണ്ട് മൊട്ടയടിപ്പിച്ചത് നിങ്ങളാണോ, മോശമായി പോയെന്ന് പറയില്ല. അത് ആക്ച്വലി സാറിനോട് ചോദിച്ചിട്ടുണ്ട്. Asafka, welcome to the Indian Express. ഹായാണ്. Hi, hi. Asafka, so just I'll start directly by asking you. See, the success of Rega Chitram isn't just about another one of your films becoming a big hit, right? Or in fact, like a Malayalam film becoming a big hit. It's also very significant because it's a very experimental film. So, what does this mean? Like Rega Chitram's success mean for your career and for you as an actor? ശരിക്കും രേഖാചിത്രം എനിക്ക് ഇപ്പൊ തോന്നുന്നത് നമ്മള് റിലീസായി കഴിഞ്ഞ ഇതിന്റെ ഒരു പോസ്റ്റ് റിലീസ് എക്സൈറ്റ്മെന്റിൽ എല്ലാവരും പറയുന്നത് ഇത് മലയാള സിനിമയ്ക്കുള്ള ഒരു ട്രിബ്യൂട്ട് ആയിട്ടാണ് ആളുകൾ എപ്പോഴും ഇതിനെപ്പറ്റി അഡ്രസ് ചെയ്യുന്നത്. അപ്പൊ അതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. എഗെയിൻ ഇതിപ്പം ഒരു എക്സ്പെരിമെന്റൽ ഫിലിം എന്ന് തന്നെ പറയാം നമുക്ക്. ഇതില് ആദ്യം നമ്മൾ പ്ലാൻ ചെയ്ത സമയത്ത് ഉണ്ടായിരുന്ന ഇതിനേക്കാൾ ഒരുപാട്, ഇപ്പൊ എന്റെ അടുത്ത് ഇതിന്റെ സ്ക്രിപ്റ്റ് പറയുമ്പോൾ ലൈക്ക് ഒരു 3 to 4 years ബാക്കാണ് ഞാൻ ഇതിന്റെ ഒരു ഇനീഷ്യൽ തോട്ട് കേൾക്കുന്നത്. പിന്നെ ദേ ടുക്ക് അനദർ 6 months ഇതിന്റെ സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അതെല്ലാം കഴിഞ്ഞ സമയത്ത്, അപ്പൊ ആ സമയത്ത് ഇതിന്റെ ഇതിൽ മമ്മൂക്കായുടെ ഒരു സ്പെഷ്യൽ അപ്പിയറൻസ് ആയിരുന്നു ഇതിന്റെ ക്ലൈമാക്സിൽ പ്ലാൻ ചെയ്തിരുന്നത്. ലൈക്ക് ജഗദീഷ് ഏട്ടൻ വരുന്നതിന്റെ ആ ആ ഒരു സമയത്ത് വരുന്ന ഒരു സ്പെഷ്യൽ അപ്പിയറൻസ് ആയിരുന്നു പ്ലാൻ. പക്ഷെ ഇവൻച്വലി ഇതിന് ഈ AI-യുടെ ഒരു സാധ്യതകൾ ഉപയോഗിക്കുക എന്നുള്ള ഒരു ഐഡിയയിലേക്ക് എത്തി. അപ്പൊ നമുക്ക് കംപ്ലീറ്റ്ലി ആ ലൊക്കേഷൻ, കാതോട് കാതോരം എന്ന് പറഞ്ഞ ആ ഫിലിമിന്റെ ലൊക്കേഷൻ റീക്രിയേറ്റ് ചെയ്യാൻ പറ്റും. എഗെയിൻ മമ്മൂക്ക ആ സമയത്തുണ്ടായിരുന്ന ഒരു മമ്മൂക്കായി റീക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അതൊരു പുതിയ കാര്യമാണ്. എഗെയിൻ ഒരു ഓൾട്ടർഡ് ഹിസ്റ്ററി ജോണറിൽ നമുക്ക് അത്രയും സിനിമകൾ വന്നിട്ടില്ല. ഇപ്പൊ നമ്മള് എൻ്റയർ ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രി എടുക്കുമ്പോൾ തന്നെ എനിക്കറിയില്ല എത്ര സിനിമകൾ അത്രയോ അങ്ങനെ ഉണ്ടെന്ന്. അപ്പൊ അതിനൊരു കൃത്യമായ ഒരു സ്ക്രീൻ പ്ലേ വേണം. നമുക്ക് വെറുതെ അത് കാണിക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഈ AI-യോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനോ ക്രിയേറ്റ് ചെയ്യുന്നതിനേക്കാൾ ഇതിന് ഈ സ്ക്രീൻ പ്ലേ അത്രയും കൺവിൻസിങ് ആയിരിക്കണം. ആഹ് അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെയാണ് ശരിക്കും എനിക്ക് രേഖാചിത്രത്തിലുള്ള ഒരു എക്സൈറ്റ്മെന്റ്. Hmm. And ആസിഫിക്കയുടെ ഒരു ഫിലിമോഗ്രഫി എടുത്ത് നോക്കിയാൽ തന്നെ യു നെവർ പ്ലേഡ് സേഫ്, റൈറ്റ്? ലൈക്ക് ഈവൻ വെൻ ലൈക്ക് യുവർ ഫിലിംസ്, ലൈക്ക് ദർ ആർ ഫിലിംസ് ദാറ്റ് ഡിഡ് നോട്ട് വർക്ക് ദ വേ യു വാണ്ടഡ് ഇറ്റ് ടു. പക്ഷെ എങ്കിൽ പോലും ആ ഒരു ഫോർമുലൈക്ക് പടങ്ങളിലേക്ക് ചാടി വീഴുന്ന ആ ഒരു ഇതില്ല. ഹൗ ഡു യു ലൈക്ക് മോട്ടിവേറ്റ് യുവർ സെൽഫ് ടു കീപ് ഗോയിങ് ഡൗൺ ദാറ്റ് ലൈൻ അഗൈൻ ആൻഡ് അഗൈൻ? ഇപ്പൊ അതിന് എനിക്ക് ചൂസ് ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ട്. ഇപ്പൊ എന്റെ അടുത്തൊരു സ്ക്രിപ്റ്റ് വന്ന് പറഞ്ഞിട്ട് ഇത് ചെയ്യണം എന്ന് ആരും എന്നെ ഫോഴ്സ് ചെയ്യില്ല. എനിക്ക് അതിൻ്റെ അകത്ത് ഒരു യെസ് ഓർ നോ പറയാനുള്ള സ്പേസ് ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു സ്പേസ് ഉള്ളത് കൊണ്ട് തന്നെ എന്തെങ്കിലും പുതിയതായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും യുണീക്ക് ആയിട്ടുള്ള സിനിമകൾ വേണം, ഐഡന്റിറ്റി ഉള്ള സിനിമകൾ വേണം എന്ന് എനിക്ക് എപ്പോഴും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ പക്ഷെ അതിന് അറിയാലോ, നമ്മൾ അങ്ങനെ ഇപ്പൊ ഈ എക്സ്പെരിമെന്റൽ സിനിമ എന്ന് പറയുമ്പോൾ തന്നെ ആളുകൾക്ക് പേടിയാണ്. അപ്പൊ എനിക്ക് അങ്ങനെ ചൂസ് ചെയ്യുമ്പോൾ പല സമയത്തും നമ്മൾ ആഗ്രഹിച്ച പോലെ അല്ലെങ്കിൽ നമ്മൾ മനസ്സിൽ വിഷ്വൽ ചെയ്തിരുന്ന പോലെ ആ സിനിമകൾ സംഭവിക്കാതെ വരും. അത് ചിലപ്പോൾ ആ ക്യാരക്ടേഴ്സ് എനിക്ക് പുൾ ഓഫ് ചെയ്യാൻ പറ്റാത്തതായിരിക്കാം. ചിലപ്പം ഞാൻ ഡിപ്പെൻഡ് ചെയ്ത് ടെക്നീഷ്യൻസ് ആ സിനിമ ഞാൻ വിചാരിച്ച പോലെ ആയിരിക്കില്ല മനസ്സിൽ കണ്ടത്. അപ്പൊ അങ്ങനെ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് പലപ്പോഴും ഇതിനൊരു നെഗറ്റീവ് എൻഡിങ് ആണ് എന്റെ ചോയ്സസിന് ഉണ്ടായിട്ടുള്ളത്. പക്ഷെ ഇപ്പൊ റീസെന്റ് ടൈംസിൽ അഗെയിൻ എടുത്തു നോക്കുമ്പോൾ എനിക്ക് ഏറ്റവും ധൈര്യം തരുന്ന ഒരു ചോയ്സ് ആണ് ലെവൽ ക്രോസ്. ഞാൻ ആ സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്തും എനിക്കറിയാം ഇതൊരു തിയേറ്റർ ഹിറ്റ് ആവില്ല, പക്ഷെ ഇതൊരു നല്ല സിനിമയായിരിക്കും എന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷെ അത് തിയേറ്ററിൽ ഞാൻ വിചാരിച്ചതിനേക്കാൾ റെസ്പോൺസ് കിട്ടുകയും OTT-യിൽ വന്നപ്പോൾ ആ സിനിമയ്ക്ക് ഒരു എന്താ പറയുക, ഒരു നാഷണൽ ലെവൽ അറ്റൻഷൻ കിട്ടുന്ന ഒരു സംഭവം ഉണ്ടായി. അതിൽ ഒത്തിരി സന്തോഷം തോന്നി. എഗെയിൻ കിഷ്കിന്ധ കാണ്ഡം ഞാൻ
ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് കമ്മിറ്റ് ചെയ്ത ഒരു സ്ക്രീൻ പ്ലേ ആണ് അത്. ഞാൻ ഈ അടുത്ത കാലത്ത് വായിച്ചതിൽ ഏറ്റവും നല്ല സ്ക്രീൻ പ്ലേ ഇതിൽ ഒന്നായിരുന്നു. അപ്പൊ അതും നല്ലൊരു സിനിമയാകും എന്ന് അറിയാമായിരുന്നു, പക്ഷെ ഒരിക്കലും ഇതൊരു തിയേറ്റർ ഹിറ്റ് ആവുന്ന എന്റെ വൈൽഡസ്റ്റ് ഡ്രീമിൽ പോലും ഇല്ലായിരുന്നു, യുനോ. അപ്പൊ അത് ഓണം പോലൊരു സീസണിൽ അത് റിലീസ് ആവുകയും അതിന്റെ കൂടെ വന്ന സിനിമകളെക്കാൾ നന്നായി അത് ആളുകൾക്ക്, സ്പെഷ്യലി ഫാമിലീസിലേക്ക് ആ സിനിമ എത്തുകയൊക്കെ ചെയ്തു. അപ്പൊ അങ്ങനെ ഇപ്പം ചോയ്സസ് എപ്പോഴും ഒന്നായിരുന്നു, പക്ഷെ അതിന്റെ റിസൾട്ട്സ് പല സമയത്തും പല രീതിയിൽ മാറിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ ആ ചോയ്സിൽ തന്നെയും ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ യുവർ പോലീസ് ക്യാരക്ടേഴ്സ്. ബേസിക്കലി ഇപ്പൊ ഈ അടുത്ത് ചെയ്ത സിനിമകൾ ഇപ്പം ആസിഫ്ക്കയുടെ കാക്കി വേഷങ്ങൾ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഭയങ്കര എക്സൈറ്റിംഗ് ആണ്. ബട്ട് ഹൗ ഡു യു ഡു ദാറ്റ്? ലൈക്ക് ഓരോ കഥാപാത്രങ്ങൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ ഇപ്പൊ കൂമനാണെങ്കിലും കുറ്റവിശിക്ഷയുമാണെങ്കിലും രേഖാചിത്രമാണെങ്കിലും ഇതൊന്നും തമ്മിൽ തലവനാണെങ്കിലും ഇതൊന്നും തമ്മിലൊരു നമുക്ക് ഈ സിനിമകൾ ഡിഫറെന്റ് ആണ്, അതിന്റെ സ്വഭാവം ഡിഫറെന്റ് ആണെങ്കിലും യുവർ പെർഫോമൻസസ് ആർ ഓൾസോ വെരി യൂണീക്ക്. അപ്പൊ അതിന് എന്തെങ്കിലും ലൈക്ക് എക്സ്ട്രാ എഫേർട്ട് ഇടാറുണ്ടോ സോ ദാറ്റ് ദർ ഇസ് നോ ലൈക്ക് സിമിലാരിറ്റീസ് ഇൻ പെർഫോമൻസസ് ആൻഡ് ഓൾ? ഇല്ല അനന്ത്, ഇതില് ഇപ്പം എന്റെ ക്യാരക്ടേഴ്സിന് സ്ക്രീൻ പ്ലേയിലുള്ള നറേറ്റീവിൽ തന്നെ അവർക്കായിട്ട് ഐഡന്റിറ്റി ഉണ്ട്. ഇപ്പം ഞാൻ കുറ്റവും ശിക്ഷയും ഷൂട്ട് ചെയ്യുന്ന സമയത്ത് സാജൻ എന്ന് പറഞ്ഞ ഓഫീസർ, ആ സാജൻ എന്താണ് എങ്ങനെയാണെന്നുള്ളതിൽ ആ സ്ക്രീൻ പ്ലേ കൃത്യമായിട്ട് അതിൽ പോയിന്റ് ചെയ്തിട്ടുണ്ട്. എഗെയിൻ കൂമനിലേക്ക് വരുമ്പോൾ ഗിരി എന്ന് പറഞ്ഞ ക്യാരക്ടറിന്റെ അതേ സെയിം കോംപ്ലക്സ് കാരണമാണ് ഞാൻ പോലീസ് ക്യാരക്ടേഴ്സ് ഒരു സമയം വരെ ചെയ്യാതിരുന്നത്. കാര്യം എനിക്ക് ഒരു പോലീസ് യൂണിഫോം ഇടുമ്പോ അതിനുള്ള, അതായത് നമ്മൾ കണ്ട് ശീലിച്ചിട്ടുള്ള പോലീസ് ഓഫീസേഴ്സ് ഉണ്ടല്ലോ, ഇപ്പൊ സിംഗം, കാക്ക കാക്ക, അങ്ങനെയുള്ള മാസ് പോലീസ് ഓഫീസേഴ്സ് ക്യാരക്ടേഴ്സ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് എനിക്കില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ അടുത്ത് വന്ന പല പോലീസ് ക്യാരക്ടേഴ്സും ഞാൻ മാറ്റിയിട്ടുണ്ട്. ഈ സെയിം കോംപ്ലക്സ് ആണ് ഗിരിക്ക്, ഗിരി എന്ന് പറഞ്ഞ കൂമനിലെ പോലീസ് ഓഫീസറിനുള്ള. കാര്യം അദ്ദേഹം യൂണിഫോമിൽ വരുമ്പോൾ ഒരു പോലീസ് ഓഫീസറാണ്, പക്ഷെ സിവിൽ ഡ്രസ്, ഐ മീൻ ഒരു സിവിലിനായിട്ട് വരുന്ന സമയത്ത് ഒരിക്കലും ഇയാളൊരു പോലീസ് ഓഫീസർ ആണെന്ന് ആളുകൾ മനസ്സിലാക്കുകയും അതിന്റെ ഒരു റെസ്പെക്ട് കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നതായിരുന്നു ഗിരിയുടെ കോംപ്ലക്സ്. അപ്പൊ ഈ പറയുന്ന പോലെ അഗെയിൻ തലവനിലേക്ക് വരുമ്പോ ഭയങ്കര യങ് ആയിട്ടുള്ള, ഭയങ്കര സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരു പോലീസ് ഓഫീസറാണ്, കുറച്ച് അഗ്രസീവ് ആണ്. അപ്പൊ അങ്ങനെ ഓരോ ക്യാരക്ടേഴ്സിനും അതിന്റെ ഐഡന്റിറ്റി ഉണ്ട്. അപ്പൊ അതിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ് ആ പോലീസ് ക്യാരക്ടേഴ്സ് ഡിഫറെന്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നത്. അപ്പൊ അത് കംപ്ലീറ്റ്ലി എന്റെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിനും ഡയറക്ടേഴ്സിനും ഉള്ളതാണ്. ഈ പറയുന്ന ക്യാരക്ടേഴ്സിനൊക്കെ ഐഡന്റിറ്റി ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ ആ ടെക്നീഷ്യൻസിനുള്ളതാണ്. രേഖാചിത്രത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ എനിക്ക് പേഴ്സണലി തോന്നിയ ഒരു ഡൗട്ട് എന്നല്ല, ഒരു ക്യൂരിയോസിറ്റി ഇതായിരുന്നു, എന്തുകൊണ്ട് കാതോട് കാതോരം തന്നെ ചൂസ് ചെയ്തു? ലൈക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു, മമ്മൂക്കയുടെ തന്നെ ഒരു റെപ്പർട്ടുവാർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും എക്സ്റ്റെൻസീവ് ആണ്. ബട്ട് വൈ കാതോട് കാതോരം സ്പെസിഫിക്കലി? അത് ജോഫിനോടോ റൈറ്റേഴ്സിനോടോ ചോദിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? കാതോട് കാതോരം എനിക്ക് തോന്നുന്നത് പെർട്ടിക്കുലറി ആ ആ പാട്ടിന്റെ ഒരു എന്താ പറയാ, അതിനെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്കും. ഇപ്പൊ നമ്മള് മലയാളികൾക്ക് അറിയുമ്പോ നമ്മൾക്ക് അത് കാതോട് കാതോരത്തിലെ പാട്ടാണ് ദേവദൂതർ പാടി എന്നുള്ളത്. ഇപ്പൊ ഇതിന് ഈ ലാസ്റ്റ് ജനറേഷനിലെ പല കുട്ടികളും ചാക്കോച്ചന്റെ പാട്ടായിട്ട് അതിനെപ്പറ്റി പറയുന്നത് നമ്മൾ അതെ. കേട്ടിട്ടുണ്ട്, യുനോ. അത് അതെ. കഴിഞ്ഞിട്ട് ഇത് രേഖാചിത്രത്തിൽ വന്നിട്ട് ഈ എന്റെ ഷൂട്ടിംഗ് പ്രോസസ് ഈ പാട്ടിന്റെ BTS നമ്മൾ കാണിക്കുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മൾ ചൂസ് ചെയ്തതിനേക്കാൾ ആ ആ സിനിമയ്ക്കും ആ പെർട്ടിക്കുലർ സോങ്ങിന്റെയും എന്തോ ഒരു പ്രത്യേകതയുണ്ട്. അത് പല സമയത്തും പല ജനറേഷനിലൂടെ അപ്പൊ ഞങ്ങൾ അതിന്റെ ഒരു ബിറ്റ് സൺഡേ ഹോളിഡേയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു ബാൻഡിന്റെ പ്രാക്ടീസിന് ത്രൂ ഔട്ട് ജിസ്സിന് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണത്. അപ്പൊ അങ്ങനെ നമ്മൾ പല സമയത്തും ഈ നമ്മുടെ സിനിമയിൽ ഈ പാട്ടുകൾ പല സമയത്തും ഇങ്ങനെ കറങ്ങി തിരിഞ്ഞു. അതിപ്പോ എനിക്ക് തോന്നുന്നു നമ്മൾ ചൂസ് ചെയ്യുന്നതിനേക്കാൾ ആ പാട്ട് നമ്മളെ ചൂസ് ചെയ്യുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. Nice. അതുപോലെ തന്നെ മമ്മൂക്ക വേണ്ടാന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്തായിരുന്നു പ്ലാൻ ബി രേഖാചിത്രത്തിന്? മമ്മൂക്ക വേണ്ടാന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്ത് ചെയ്യുമെന്ന് ആർക്കും ഒരു ഐഡിയ ഇല്ലായിരുന്നു. കാര്യം ഞാൻ പറഞ്ഞു, കാര്യം ഇതിന്റെ ആദ്യത്തെ പ്ലാനില് ഈ ജഗദീഷ് ഏട്ടൻ വരുന്ന സീക്വൻസിനോട് അടുപ്പിച്ച് തന്നെ മമ്മൂക്ക പ്രസന്റിൽ ഒരു ക്യാമിയോ വരുന്നതായിട്ടായിരുന്നു നമ്മുടെ വെരി ഫസ്റ്റ് ഡ്രാഫ്റ്റിൽ ഉണ്ടായിരുന്നത്. അപ്പൊ അതില് പക്ഷെ അതിനൊരു എത്രത്തോളം പുതുമ ഉണ്ടാകും എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. അഗെയിൻ അതൊരു നോർമൽ ക്യാമിയോയിലേക്ക് ഒതുങ്ങി പോകാനുള്ള ഒരു സാധ്യത ഉണ്ടായിരുന്നു. പക്ഷെ നമ്മള് ഗ്രാജുവലി ഇതിന്റെ ജോഫിൻ ഇപ്പൊ പ്രീസ്റ്റ് കഴിഞ്ഞിട്ട് ഓൾമോസ്റ്റ് 5 വർഷം എടുത്തു രണ്ടാമത്തെ സിനിമ ചെയ്യാൻ. അപ്പൊ ഈ സമയം മുഴുവൻ ഈ സ്ക്രിപ്റ്റിൽ സ്പെൻഡ് ചെയ്യുമായിരുന്നു. അപ്പൊ അതങ്ങനെ വന്ന് 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 എന്തുകൊണ്ട് ഈ നമുക്കിപ്പം ഈ
കാതോട് കാതോരത്തിന്റെ ഈ സോങ് ലൊക്കേഷൻ കാണിക്കുമ്പോൾ ആ ലൊക്കേഷൻ റീക്രിയേറ്റ് ചെയ്ത് ആ സമയത്ത് എങ്ങനെയായിരുന്നു ഷൂട്ടിംഗ് ഉണ്ടായിരുന്നത് എന്നൊക്കെ ആളുകൾക്ക് കാണിക്കുമ്പോൾ മമ്മൂക്കായെ അവിടെ പ്ലേസ് ചെയ്യാൻ പറ്റുന്നതിനെ പറ്റി ആലോചിച്ച് വന്നപ്പോഴാണ് AI എന്ന് പറഞ്ഞ ടെക്നോളജിയെ പറ്റിയിട്ട് നമ്മൾ പല സമയത്തും വായിക്കുന്നതും. അപ്പൊ AI നമുക്കും ഉപയോഗിക്കാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തി. പക്ഷെ AI ഉപയോഗിച്ച പല സിനിമകൾ കാണുമ്പോഴും നമുക്ക് അതിനോടുള്ള ധൈര്യം ഉണ്ടായിരുന്നു. കാര്യം സ്പെഷ്യലി നമുക്കൊരു മലയാളം ഫിലിം എന്ന് പറയുമ്പോൾ നമുക്ക് ബഡ്ജറ്റിന്റേതായ കുറെ പ്രശ്നങ്ങളുണ്ട്. നമുക്ക് അത്രയും സ്പെൻഡ് ചെയ്ത് അത്രയും വലിയൊരു ടെക്നോളജി അഡാപ്റ്റ് ചെയ്യാൻ എത്രത്തോളം നമുക്ക് ഫീസിബിൾ ആയിരിക്കും എന്നുള്ളൊരു പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ അത് ജോഫിൻ അതിനെടുത്തൊരു എഫേർട്ട്, കാര്യം മമ്മൂക്കാടെ ബോഡി ഡബിളിനെ ട്വിങ്കിൾ എന്ന് പറഞ്ഞ അയാളെ സ്പോട്ട് ചെയ്ത് അദ്ദേഹത്തിന്റെ മാനറിസംസും മമ്മൂക്കായെ പഠിപ്പിച്ച് അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങള് ഇപ്പം ഞാൻ നേരത്തെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു, നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ കാണിക്കുന്ന മമ്മൂക്കാടെ കുറെ മാനറിസംസ് അല്ലാതെ മമ്മൂക്കാടെ ആക്ച്വൽ ലൈഫിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ള, ഇപ്പം ഈ കസാരയിൽ ഇരുന്നിട്ട് ഒരു ചെയർന്ന് മമ്മൂക്ക എഴുന്നേറ്റിട്ട് പോകുമ്പോൾ ഈ രണ്ട് കൈ വെച്ച് ഷർട്ടിന്റെ ബാക്ക് ഇങ്ങനെ വലിച്ചു താത്തും. അത് മമ്മൂക്കയുടെ ഒരു ആക്ച്വൽ മാനറിസമാണ്. അത് എവിടെയും നമ്മൾ ഒരു സ്റ്റേജിലോ ഒന്നും ആരും മെൻഷൻ ചെയ്തിട്ടില്ല. പക്ഷെ മമ്മൂക്കായെ പേഴ്സണലി അറിയാവുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള കുറെ ഡീറ്റെയിലിംഗ് ഈ ക്യാരക്ടറിന് കൊണ്ടുവന്നു. ഇതിന് ഈ AI നമ്മൾ ആദ്യം ടെസ്റ്റ് ഷൂട്ട് ചെയ്ത് നോക്കി. കാര്യം ഇതെല്ലാം പ്ലാൻ ചെയ്തിട്ട് ഇത് എത്രത്തോളം വർക്ക് ആവും എന്നുള്ളത് നമ്മൾ നോക്കണമല്ലോ. അപ്പൊ അങ്ങനെ ജോഫിൻ ടെസ്റ്റ് ചെയ്ത് നോക്കി അതിന് ഒരു സാധ്യത ഉണ്ടെന്ന് മനസ്സിലായപ്പോഴാണ് ഈ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതും. എഗെയിൻ ഇത്രയും, അതായത് എനിക്ക് തോന്നുന്നു ആ സിനിമ രേഖാചിത്രം കണ്ടിറങ്ങിയ എല്ലാവരും കാതോട് കാതോരം അല്ലെങ്കിൽ ഈ ദേവദൂതർ പാടി എന്ന് പറഞ്ഞ പാട്ട്, ഇത് രണ്ടും ഒന്ന് റീവാച്ച് ചെയ്തിട്ടുണ്ട്, എന്തെങ്കിലും ഒരു മെൻഷൻ ഇതിന്റെ അകത്ത് വന്നിട്ടുണ്ടോ എന്നുള്ളത്. പിന്നെ അതിനെടുത്ത എഫേർട്ട്, ഈവൻ ഒരുപാട് പേരുടെ പെർമിഷൻസ് ഈ സിനിമയ്ക്ക് ഭയങ്കര ക്രൂഷ്യൽ ആയിരുന്നു. സ്പെഷ്യലി ഭരതൻ സാറിന്, ജോൺ പോൾ സാറിന്, കമൽ സാറിന്റെ. അപ്പൊ ഇവരെയൊക്കെ നമ്മൾ പേഴ്സണലി പോയി കണ്ടു, ഈ സിനിമ മനസ്സിലാക്കി. ഈ ജോൺ പോൾ സാർ ജീവിച്ചിരുന്ന സമയത്ത് ഈ സിനിമയുടെ ഒരു ഡിസ്കഷനും പല കാര്യങ്ങളിലും അദ്ദേഹം ഭാഗമായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ അഗെയിൻ ഈ മമ്മൂക്കായെ പ്രസന്റിൽ നമ്മൾ കാണിക്കുന്നത് മാറ്റി കാതോട് കാതോരത്തിന്റെ BTSലേക്ക് കൊണ്ടുവരുന്നതിന്റെ ഒരു കാരണം പോലും ഒരു പരിധി വരെ ജോൺ പോൾ സാറ് മരണപ്പെട്ടത് കൊണ്ടാണ്. അപ്പൊ അദ്ദേഹം ജീവിച്ചിരിക്കാത്തത് കൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഒരു ലുക്ക് ലൈക്കിനെ നമുക്ക് കണ്ടുപിടിക്കണം എന്ന് തോന്നിയതും. അപ്പൊ അങ്ങനത്തെ ഒരുപാട് ഇത് ആക്ച്വലി ജോൺ പോൾ സാറിന്റെ കോൺട്രിബ്യൂഷൻ ആണ്. ഈ രേഖ വന്നിട്ട് ജോൺ പോൾ സാറിനോട് ചോദിക്കുമല്ലോ, ഞങ്ങളുടെ മമ്മൂട്ടി ചേട്ടനെ കൊണ്ട് മൊട്ടയടിപ്പിച്ചത് നിങ്ങളാണോ, മോശമായി പോയെന്ന് പറയില്ല, അത് ആക്ച്വലി സാറിനോട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കുറെ കാര്യങ്ങള്. പിന്നെ കമൽ സാറിന്റെ ആ സിനിമയിൽ പറയുന്നുണ്ടല്ലോ, ഹെയർ സ്റ്റൈൽ കണ്ടിട്ടാണ് ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് മമ്മൂക്കാക്ക് ഭരതൻ സാർ ആ വിഗ് അങ്ങനത്തെ ഒരു ഹെയർ സ്റ്റൈൽ പ്രിഫർ ചെയ്തത്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഇൻഫർമേഷൻസ് എല്ലാം ഇവരുടെ കയ്യിൽ നിന്ന് കിട്ടിയതാണ്. ഈ മമ്മൂക്കയുടെ ഒരു റെpertoire നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇത്രയും വർഷങ്ങളുടെ വർക്ക് കാതോട് കാതോരം നമ്മൾ ആ കാലഘട്ടത്തിലുള്ളവരെ ഇൻസ്പയർ ചെയ്യുന്നു. ഇപ്പോഴും നമ്മൾ അതിന്റെ ഒരു സിനിമയുടെ ചർച്ചയും കാര്യങ്ങളും എല്ലാം നടക്കുന്നു. ആസ് എ പേഴ്സൺ, ലൈക്ക് യു ഹാവ് വൺസ് സെഡ് ഇൻ യുവർ ഏർലിയർ ഇന്റർവ്യൂസ് ഐ വാച്ച്, ലൈക്ക് തുടങ്ങിയ സമയത്ത് സിനിമ അല്ലാതെ വേറൊരു ചിന്തയും ആസിഫിക്കയുടെ ഉള്ളിലുണ്ടായിരുന്നില്ല. ആക്ടിങ് മാത്രമായിരുന്നു ഒരേ ഒരു പാഷൻ. ഇതല്ലാതെ വേറൊരു ജോലിയെക്കുറിച്ച് വലിയ കാര്യമായിട്ട് ചിന്തിച്ചിട്ടൊന്നുമില്ല. അങ്ങനെ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ള ഒരാളും മമ്മൂക്ക തന്നെയാണ്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പറയാനായിട്ട് സിനിമ മാത്രം സ്വപ്നം കണ്ട് നടന്നിരുന്ന ഒരു മനുഷ്യൻ. ലൈക്ക് വാട്ട് ഇസ് ദാറ്റ് വൺ തിങ് ദാറ്റ്, ഓർ വാട്ട് ഇസ് ദ ബിഗ്ഗസ്റ്റ് ലൈഫ് ലെസൺ യു ഹവ് ലേൺഡ് ഫ്രം ഹിം ആസ് ആൻ ആക്ടർ ആൻഡ് എ പേഴ്സൺ? ഡിസിപ്ലിൻ. എനിക്ക് മമ്മൂക്ക, അതായത് മമ്മൂക്ക ഓരോ ക്യാരക്ടേഴ്സിന് വേണ്ടിയിട്ട് ഇപ്പൊ നമ്മൾ കാണുമ്പോഴും പറയുമ്പോഴും ഒക്കെ മമ്മൂക്കയെ പറ്റി പലതും പറയുന്നത്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയ മമ്മൂക്ക ഓരോ പുതിയ ഫിലിംസും കാണുന്നുണ്ട്, ഓരോ ഡയറക്ടേഴ്സിനെയും വിളിച്ചിട്ട് സിനിമകളെ പറ്റി സംസാരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ അത്രയും എക്സൈറ്റ്മെന്റ് ഒരു സിനിമയ്ക്ക് കൊടുക്കുന്ന ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല. ഇപ്പം ഭ്രമയുഗം പോലത്തെ ഒരു സിനിമ ചൂസ് ചെയ്യുന്ന ആ ആ- ആ ഏതോ ആക്ടർ നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഉണ്ടാവും. ഇപ്പൊ എനിക്ക് റോഷാക്ക് പോലൊരു സിനിമ, അപ്പൊ അദ്ദേഹം ചെയ്യുന്ന ക്യാരക്ടേഴ്സും അദ്ദേഹം ഓരോ ക്യാരക്ടേഴ്സിന് കൊടുക്കുന്ന ഡീറ്റെയിലിങ്ങും അദ്ദേഹത്തിന്റെ ഓരോ ക്യാരക്ടേഴ്സിനോടുള്ള എക്സൈറ്റ്മെന്റ്, അത് ശരിക്കും എനിക്ക് ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യണം എന്ന് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ എപ്പോഴും അങ്ങനെ ആ സ്പേസിൽ കണ്ടിരുന്നതും എന്നെ ഒരു പരിധിവരെ ഒരു ആക്ടർ ആക്കിയതും കമൽഹാസനാണ്. അദ്ദേഹത്തിന്റെ സിനിമകളാണ് എന്നെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹം സിനിമയെ പറ്റി പറയുന്നതും അദ്ദേഹം സിനിമയിൽ നിന്ന് പഠിച്ചത് അദ്ദേഹം ഷെയർ ചെയ്യുന്ന രീതിയും ഒക്കെ എന്നെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു
തോന്നുന്നു അതുപോലെ തന്നെ അത്രയും തന്നെ നമ്മൾ സംസാരിക്കേണ്ട ഒരു പേരാണ് മമ്മൂക്കാട്. അദ്ദേഹത്തിന് സിനിമയോടുള്ള ആ, ഒരു എക്സൈറ്റ്മെന്റ് ഭീകരമാണ്. ഇപ്പോഴും സിനിമകൾ കാണുകയും സംസാരിക്കുകയും ഓരോ ക്യാരക്ടേഴ്സ് ചെയ്യാൻ അദ്ദേഹം ഇടുന്ന എഫേർട്ടും നമുക്കറിയാം. പല രീതിയിലുള്ള ലിമിറ്റേഷൻസ് ഇപ്പോഴത്തെ ഒരു സമയത്ത് അദ്ദേഹം ഫേസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊന്നും ഒരു പോയിന്റ് പോലും അദ്ദേഹം സ്ക്രീനിലേക്ക് കൊണ്ടുവരാതെ അതിനു വേണ്ടിയിട്ട് ആ സിനിമയുടെ കൂടെ നിൽക്കുന്നു. ഇപ്പം കഴിഞ്ഞ വർഷം ഇറങ്ങിയ സിനിമകൾ, ഓരോ സിനിമകളും അദ്ദേഹത്തിന്റെ ഓരോ ക്യാരക്ടേഴ്സിനും ഐഡന്റിറ്റി ഉണ്ട്. അപ്പൊ അങ്ങനെ ആയിരിക്കണം അല്ലെ ആക്ടേഴ്സ്. നമ്മള് ഒരു ആക്ടറിനെ അയാൾ എങ്ങനെയാണോ അങ്ങനെ തന്നെ ആ സിനിമയിൽ ഉപയോഗിക്കുന്നതിനേക്കാൾ നല്ലത് ആ ക്യാരക്ടറായിട്ട് ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടർ ആവുക എന്ന് പറയുന്നതാണ് മാജിക്. ഇത്രയും ഒരു എക്സ്പീരിയൻസും ഇതൊക്കെ വന്ന് ഓരോ ദിവസവും ലൈക്ക് യു ഹാവ് ഫ്രം ദ ബിഗിനിങ് ഒരു വർക്ക് ഇൻ പ്രോഗ്രസ് തന്നെയായിരുന്നു. ലൈക്ക് യു ഹാവ് കോൺസ്റ്റന്റ്ലി ലൈക്ക് ഇംപ്രൂവ്ഡ് യുവർ സെൽഫ്, ബൗണ്ടറീസ് പുഷ് ചെയ്ത് തിരിഞ്ഞൊന്ന് നോക്കുകയാണെങ്കിൽ ചെയ്ത കഥാപാത്രങ്ങളിൽ ഇന്ന് കാണുമ്പോൾ പക്ഷെ അത് അന്ന് കുറച്ചും കൂടി അത് ബെറ്റർ ആക്കാമായിരുന്നു, ഇന്ന് അത് കിട്ടിയെങ്കിൽ തകർക്കായിരുന്നു എന്ന് തോന്നിയിട്ടുള്ള ഏതെങ്കിലും കഥാപാത്രങ്ങൾ? എനിക്ക് ഞാൻ എന്റെ സിനിമകളില് ലൈക് ഒരു മാസം കഴിയുമ്പോൾ അത് തോന്നും അനന്തു. ഒരു- നമുക്ക് ഒരിക്കലും ഞാൻ വിശ്വസിക്കുന്നത് ഒരു ആക്ടറിനും ഈ ചെയ്ത ക്യാരക്ടേഴ്സിന് സാറ്റിസ്ഫാക്ഷൻ കിട്ടരുതെന്നാണ്. കാര്യം നമുക്ക് പലപ്പോഴും തോന്നും. കാര്യം ആ സമയത്ത് നമുക്ക് തോന്നുന്നതാണ്. ഇപ്പൊ നമ്മൾ ഇംപ്രവൈസ് ചെയ്യുക എന്നൊക്കെ പറയുമല്ലോ. അപ്പൊ അത് എത്രത്തോളം ഓർഗാനിക് ആണെന്ന് എനിക്ക് അറിയില്ല. അത് സംഭവിക്കുന്നതാണ്. അതൊരിക്കലും നമ്മളായിട്ട് പ്ലാൻ ചെയ്ത് കൊണ്ടുവരുന്നതല്ല ഈ ഇംപ്രവൈസിംഗ് എന്ന് പറയുന്നത്. അതൊക്കെ സംഭവിക്കുന്നതാണ്. അപ്പൊ ആ സമയത്ത് അത് ശരിയെന്ന് തോന്നിയിട്ടുണ്ടാവും. പക്ഷെ ഇപ്പം ചില സിനിമകൾ കാണുമ്പോൾ അയ്യോ, നമ്മൾ ഇപ്പം ഫോർ എക്സാമ്പിൾ പണ്ട് ഞാൻ കരഞ്ഞു സിനിമയിൽ സ്ക്രീനിൽ ഞാൻ കരയുന്നത് എനിക്കിപ്പോ കാണുമ്പോൾ എനിക്ക് ചിരി വരും. ആ, ഞാൻ എന്ത് മോശമായിട്ടാണ് കരഞ്ഞോണ്ടിരുന്നതെന്ന് തോന്നുന്നു. അപ്പൊ അത് എനിക്ക് പല സമയത്ത് ഈ പറയുന്ന പോലെ ഓരോ ഡയറക്ടേഴ്സിന്റെ കൂടെ ഓരോ ഓരോ ടെക്നീഷ്യൻസിന്റെ കൂടെ ഓരോ ആക്ടേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഓരോരോ കുഞ്ഞി കുഞ്ഞി പുതിയ കാര്യങ്ങളുണ്ട്. നമ്മൾ അറിയാതെ നമ്മുടെ ഉള്ളിലേക്ക് ഫീഡ് ചെയ്യപ്പെടുന്ന കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അത് നമ്മളിൽ ഉണ്ടാക്കുന്ന ഓരോ ചേഞ്ചസ് നമ്മൾ മാറിക്കൊണ്ടേയിരിക്കും. ഇപ്പൊ ഞാൻ ആ സമയത്ത് പല സിനിമകളും കാണുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ എന്താണ് ഇങ്ങനെ ചെയ്തതെന്നുള്ളത്. ഒരു പരിധി വരെ ഞാൻ നന്നായി എന്ന് പറയുന്ന സിനിമകൾ ഞാൻ കാണാതിരിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. കാര്യം അങ്ങനെ കാണുമ്പോൾ ആ നന്നായി എന്ന് പറയുന്ന ഫാക്ടർ ഇനിയുള്ള എന്റെ സിനിമകളിലേക്ക് വീണ്ടും കൊണ്ടുവരാൻ ഞാൻ ചിലപ്പം ട്രൈ ചെയ്യും. അപ്പൊ അതുകൊണ്ട് ഞാൻ അത് നന്നായി എന്ന് പറയുന്ന സിനിമകൾ ഞാൻ കാണില്ല. ഞാൻ മോശമായി എന്ന് പറയുന്ന സിനിമകളാണ് കണ്ടിട്ട് അത് എന്താണ് പറ്റിയത്. ഇപ്പൊ ഞാൻ ആം, കാസർഗോൾഡ് എന്ന് പറഞ്ഞ സിനിമ ഞാൻ ചെയ്യുമ്പോൾ അതിൽ ഞാൻ ചെയ്ത ക്യാരക്ടറൈസേഷനിൽ എനിക്ക് ഞാൻ എന്തോ ഒരു പുതിയ കാര്യം ട്രൈ ചെയ്തു എന്നുള്ളൊരു ഫീൽ ഉണ്ടായിരുന്നു. പക്ഷെ ആ സിനിമയ്ക്ക് കിട്ടിയ ഒരു റെസ്പോൺസും ആ ക്യാരക്ടേഴ്സിനെ പറ്റി പറഞ്ഞ് ആളുകൾ പറഞ്ഞതും ഒക്കെ വെച്ചിട്ട് ഞാൻ ആ സിനിമ പല പ്രാവശ്യം കണ്ടപ്പോൾ എനിക്ക് ഒരു പോയിന്റ് വരെ എനിക്ക് അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റി. അപ്പൊ അങ്ങനെ ആണ് ഞാൻ സിനിമയെ അപ്രോച്ച് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇപ്പം ലൈക്ക് ദ എൻറ്റയർ കോൺവെർസേഷൻ റിഗാർഡിങ് സിനിമ ആൻഡ് വയലൻസ്, ആ വയലൻസിന്റെ ഒരു ആൾക്കാരിലേക്കുള്ള ഇൻഫ്ലുവൻസും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് യു ഹാവ് സെഡ് ദിസ് ദാറ്റ് താങ്കളുടെ സിനിമകളിലെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ, സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന ഡിസ്കഷൻസും ഇൻസിഡൻസും എല്ലാം താങ്കളുടെ സിനിമ സെലക്ഷനെ അറിഞ്ഞോ അറിയാതെ ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ടെന്ന്. ബട്ട് ഡു യു തിങ്ക് ദാറ്റ് ഇത്തരത്തിലുള്ള ലൈക്ക് ദ കൈൻഡ് ഓഫ് ലൈക്ക് വാട്ട് എവർ സിനിമ മാത്രമായിട്ട് ബ്ലെയിം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യത്തിലും ഇത് ഇല്ലാതിരിക്കുകയും, ഡു യു തിങ്ക് ദാറ്റ് സിനിമ ക്യാൻ ഇൻഫ്ലുവൻസ് പീപ്പിൾ? എനിക്ക് അതിനെ എനിക്ക് അത് എങ്ങനെ അഡ്രസ് ചെയ്യണമെന്ന് അറിയില്ല. ഇപ്പൊ ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം, നമ്മളിപ്പം കള്ളനായിട്ട് അഭിനയിക്കുമ്പം അയാള് കള്ളനായിട്ട് തോന്നണമല്ലോ. ആ, അല്ലാതെ എന്റെ എത്തിക്സും എന്റെ പൊളിറ്റിക്സും ഡിഫറെന്റ് ആണ്. അതുകൊണ്ട് എന്റെ ഞാൻ ചെയ്യുന്ന കള്ളനായിട്ടുള്ള ക്യാരക്ടറിന് ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുന്നതിൽ എനിക്ക് അറിയില്ല അത്. ഇപ്പൊ ഞാൻ അഗൈൻ എനിക്ക് എന്റെ കരിയറിൽ അല്ലെങ്കിൽ എന്റെ ഫിൽമോഗ്രാഫിയിൽ എനിക്ക് പറയാൻ പറ്റുന്നത് ഉയരയിലെ ഗോവിന്ദ്. ഗോവിന്ദിനെ പോലുള്ള ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതൊരിക്കലും സിനിമയല്ല അവരെ അങ്ങനെ ആക്കിയിട്ടുള്ളത്. ഈ ടോക്സിക് റിലേഷൻസിന് എനിക്കറിയില്ല സിനിമയായിരിക്കും അങ്ങനെ ആക്കിയിട്ടുള്ളത്. അത് നമ്മുടെ ഉള്ളിലുള്ള കോംപ്ലക്സും നമ്മുടെ ഈഗോയാണ് ഒരു പരിധി വരെ ടോക്സിക് റിലേഷൻസ് ഉണ്ടാവുന്നുള്ളത്. അത് സിനിമയാണ് എനിക്ക് തോന്നുന്നത്. അത് അവരിൽ നിന്നാണ് സിനിമയിലേക്ക് ഇൻഫ്ലുവൻസ്ഡ് ആയിരിക്കുന്നത് നമ്മൾ അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ്. ഇപ്പം ഗോവിന്ദിനെ ഞാൻ ചെയ്യാൻ കാരണം എന്റെ കോളേജിൽ എനിക്കറിയാവുന്ന എന്റെ ഒരു ഹോസ്റ്റൽ മേറ്റ് ആണ് ഗോവിന്ദ് ശരിക്കും. ഞാൻ കണ്ടിട്ടുണ്ട്, ആക്ച്വൽ ലൈഫിൽ ഗോവിന്ദനെ ഞാൻ കണ്ടിട്ടുണ്ട്. അതൊരിക്കലും ഞാൻ സിനിമയിൽ നിന്ന് പഠിച്ചതല്ല. പക്ഷെ ഞാൻ അത് സിനിമയിൽ കാണിച്ചിട്ടുണ്ട്. എത്രയോ പേർക്ക് അത് റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അല്ലെ, എത്രയോ പല്ലവിമാർ അതുകൊണ്ട് രക്ഷപ്പെട്ടിട്ടുണ്ട്.
അറിയാം ഈ റിലേഷൻ എങ്ങോട്ടാ പോകുന്നതെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട് ഉയരെ എന്ന് പറഞ്ഞൊരു സിനിമ കണ്ടതോടുകൂടി. അവർക്ക് ഒരു പക്ഷെ ഒരു ദിവസം മുന്നെയോ ഒരു മാസം മുന്നെയോ അവർക്ക് നോ പറയാൻ പറ്റിയിട്ടുണ്ടായിരിക്കും ചിലപ്പം ഉയരെ കണ്ടതുകൊണ്ട്. അപ്പം സിനിമയ്ക്ക് ഡെഫിനറ്റ്ലി ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ആ, ഉറപ്പാണ്. ഇപ്പൊ നമുക്ക് ആ, ഇടിക്കാൻ തോന്നുന്നത് അല്ലെ, നമുക്ക് ചാടി ഒരു കിക്ക് ചെയ്യാൻ തോന്നുന്നത് നമ്മൾ സിനിമയിൽ അട്രാക്റ്റഡ് ആയതുകൊണ്ടാണ്. ഞാൻ ചെറുപ്പത്തിൽ ഞാൻ സിനിമ കാസറ്റ് എടുക്കാൻ പോകുമ്പോൾ ജാക്കി ചാന്റെ സിനിമ ഉണ്ടോ എന്ന് ചോദിക്കുമായിരുന്നു. എന്നിട്ട് ആ സ്റ്റൺസ് ഞാൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. സി അത് ഡെഫിനറ്റ്ലി നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യും. പക്ഷെ നമുക്ക് അല്ലെ, ഒരു മനുഷ്യൻ എന്ന രീതിയിൽ നമുക്കൊരു മിനിമം ഇത് വേണ്ടേ, നമുക്ക് എന്താ വേണ്ടതെന്നുള്ളത് നമ്മൾ ആളുകളോട് പെരുമാറും. അതിപ്പോ എങ്ങനെ ബുക്സിന് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റില്ലേ? ആൽക്കമിസ്റ്റ് എന്ന് പറഞ്ഞൊരു ബുക്ക് വായിച്ചിട്ട് നമ്മൾ വിശ്വസിച്ചിട്ടില്ലേ? നമ്മൾ ഇപ്പോഴും വിശ്വസിക്കുന്നില്ലേ? യൂണിവേഴ്സ് നമ്മളോട് പറയുന്നുണ്ട് യോ വിഷ് ഈസ് മൈ കമാൻഡ്, അതല്ലേ നമ്മൾ ആ പോസിറ്റീവ്നെസ്സിൽ ജീവിക്കാൻ ശ്രമിക്കുന്നില്ലേ? അതൊരിക്കലും സിനിമയ്ക്ക് മാത്രമല്ല, നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യാൻ നമ്മുടെ സുഹൃത്തുക്കൾക്ക് പറ്റും, നമ്മുടെ ചുറ്റുപാടിന് പറ്റും. അത് നമ്മളാണ് അതില് എന്താ നമുക്ക് വേണ്ടതെന്നുള്ളത് തിരഞ്ഞെടുക്കേണ്ടത്. Yeah. സിനിമ ഒരിക്കലും എനിക്കിപ്പോ ഇനി മുതൽ ഞാൻ വയലൻസ് ചെയ്യില്ലെന്നോ ഞാൻ ഇനി മുതൽ ഡ്രഗ് ഫ്രീ സിനിമകൾ ചെയ്യുമെന്നോ ഒന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ ഒരു സമയത്ത് ഇപ്പൊ ബിടെക് ഞാൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഐ മീൻ റിലീസ് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ വരുമ്പോ അന്ന് അതിന് എന്റെ മോൻ അന്ന് 5 വയസ്സോ 6 വയസ്സോ എന്തോ ആണ്. അപ്പൊ അവനൊരു സ്ട്രോ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ വലിയ ഒരു സ്കൂട്ടറിന്റെ മേളിൽ ഇരിക്കുന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ കാണിക്കുന്നില്ല. അപ്പൊ ഞാൻ ചോദിച്ചത് എന്താന്ന് ചോദിക്കുമ്പോ ഞാൻ ഡാഡിനെ പോലെ സ്മോക്ക് ചെയ്യുവാണെന്ന് പറഞ്ഞു. ആ സമയത്ത് എനിക്ക് ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു അത്. ഞാൻ ഇൻഫ്ലുവൻസ് ചെയ്തു അല്ല എന്റെ സിനിമ ഇൻഫ്ലുവൻസ് ചെയ്തു എന്നൊക്കെ എനിക്ക് ഇതുപോലെ തോന്നിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് അടുത്ത സിനിമയിൽ ഒരു ക്യാരക്ടർ വരുമ്പോൾ ആ ക്യാരക്ടർ ഡിമാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് അവിടെ നോ പറയാൻ പറ്റില്ല. കാര്യം ഞാൻ ചിന്തിക്കുന്നത് ആ ക്യാരക്ടറിനെ പറ്റിയിട്ടും ആ സിനിമയെ പറ്റിയിട്ടും മാത്രമാണ്. ചിലപ്പോൾ ഇനി എനിക്ക് കുറെ കൂടെ പ്രായമാവുമ്പോൾ എന്റെ ഈ പറയുന്ന പോലെ എന്റെ ഒരു പൊളിറ്റിക്കൽ അവയർനെസ് വരുന്ന സമയമൊക്കെ ആകുമ്പോഴത്തേക്കും ചിലപ്പോൾ ഞാൻ മാറി ചിന്തിച്ചിരിക്കാം. പക്ഷെ ഇപ്പത്തെ എന്റെ ഒരു ബുദ്ധി വെച്ചിട്ട് എനിക്ക് അതിനോട് യോജിക്കാൻ പറ്റില്ല. ലാസ്റ്റ്ലി ലൈക്ക് ഇനി വരാനിരിക്കുന്ന സിനിമകളിൽ ആസിഫിക്ക് ഏറ്റവും എക്സൈറ്റഡ് ആയിട്ടുള്ള പ്രേക്ഷകർ കാണാനായിട്ട് ഏറ്റവും അധികം കാത്തിരിക്കുന്ന സിനിമ ഏതൊക്കെയാണ്? ഇപ്പൊ എന്റെ എല്ലാ സിനിമകൾക്കും എനിക്ക് എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ അടുത്ത റിലീസ് വരുന്നത് 2 സിനിമകളാണ്. ഒന്ന് സർക്കിട്ട് എന്ന് പറഞ്ഞിട്ട് തമർ എന്ന് പറഞ്ഞ 1001 നുണകൾ സിനിമകൾ ചെയ്ത തമറിന്റെ, അതൊരു കുട്ടികളുടെ സിനിമയാണ്. മീൻ ലൈക് ഒരു ഭയങ്കര ഫാമിലി ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. അതിനുശേഷം വരുന്നത് ആഭ്യന്തര കുറ്റവാളി എന്ന് പറഞ്ഞൊരു സിനിമയാണ്. അതൊരു പുരുഷപക്ഷ സിനിമയാണ്. ആണുങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന, അതായത് ഇപ്പൊ നമ്മൾക്ക് ഭയങ്കര ധൈര്യം തന്നൊരു ഇതാണ്. ഹൈക്കോർട്ട് എന്നൊരു വിധി വന്നു. സ്ത്രീകൾ പറയുമ്പോൾ അത് ബ്ലൈൻഡ് ആയിട്ട് വിശ്വസിക്കാതെ ഒന്ന് വെരിഫൈ ചെയ്യണം, അല്ലെങ്കിൽ അതൊന്ന് മനസ്സിലാക്കിയിട്ട് വേണം ഈ പീഡന പരാതി ഉൾപ്പെടെ ഉള്ളത് എടുക്കാൻ എന്നുള്ളത് പറഞ്ഞു. അപ്പൊ നമ്മൾ അത്തരത്തിലുള്ള ഒരു സിനിമയാണ്. അതായത് പുരുഷനും ഈ സൊസൈറ്റിയിൽ ഈ പറയുന്ന പോലെയുള്ള പ്രിഫറൻസസ് അവകാശമുണ്ട് എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു സിനിമയാണ്. ഇത് രണ്ടുമാണ് ഇപ്പൊ ഷൂട്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് മിറാഷ് എന്ന് പറഞ്ഞിട്ട് ജിത്തു ജോസഫ് സാറിന്റെ കൂടെ ഉള്ള ഒരു ഫിലിമാണ്. Anyway, Aspika, all the best for your future endeavors. Okay, താങ്ക് യു thank you. ആനന്ദ്. ഐ വിൽ സീ യു സൂൺ.